മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തിയ സത്യാഗ്രഹ സമരത്തിൽ കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി പങ്കെടുക്കാതെ മനഃപൂർവ്വം വിട്ടുനിന്നുവെന്ന് ചില മാധ്യമങ്ങൾ പ്രചരിപ്പിച്ച വാർത്ത വസ്തുതാവിരുദ്ധം. കേരളത്തിന് പുറത്ത് യാത്രയിലായതിനാലാണ് തിരുവനന്തപുരത്തെ സമരപരിപാടിയിൽ പങ്കെടുക്കുവാൻ കഴിയാതിരുന്നത്. മന്ത്രി റോഷി അഗസ്റ്റിനും ചീഫ് വിപ്പ് എൻ ജയരാജും അടക്കം പാർട്ടിയുടെ എംഎൽഎമാരും സമരപരിപാടിയിൽ പങ്കെടുത്തിരുന്നു. തെറ്റായ വാർത്ത പ്രചരിപ്പിച്ചത് പാർട്ടിയെ സമൂഹമാധ്യമത്തിൽ കരിവാരിത്തേക്കാൻ പരിശ്രമമെന്നും കേരള കോൺഗ്രസ് എം പറഞ്ഞു. വിവരങ്ങളുമായി സനോജ് സുരേന്ദ്രൻ ചേരുകയാണ്. സനോജ്, ഇടതുപക്ഷം ഒന്നാകെ ഒരുമിച്ച് നിന്ന ഒരു സമരമായിരുന്നു ഇന്ന് നടന്നത്. അവിടെ ജോസ് കെ മാണി വന്നില്ല എന്നൊരു കാരണത്തിന്റെ പേരിൽ ഇത്തരത്തിൽ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുകയായിരുന്നു ചില വലതുപക്ഷ മാധ്യമങ്ങൾ. നിലവിൽ ഇപ്പോൾ ഇതാ കേരള കോൺഗ്രസ് എമ്മിന്റെ തന്നെ ന്യായീകരണം വന്നിരിക്കുകയാണ്. വിശദാംശങ്ങൾ എന്തെല്ലാമാണ്? സിന്ദൂരി, കേരള കോൺഗ്രസ് എം പരിപാടിയിൽ നിന്നും വിട്ടുനിന്നു എന്ന തരത്തിലാണ് ചില മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചത്. കാരണം കേരള കോൺഗ്രസ് മുന്നണി വിടുന്നു എന്ന തരത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസക്കാലമായി വാർത്ത പടച്ചുവിട്ട മാധ്യമങ്ങൾ തന്നെയാണ് ജോസ് കെ മാണിയുടെ പങ്കാളിത്തം ഇല്ലാതെ വന്നതിനെ തുടർന്ന് ഇത്തരത്തിൽ വാർത്തകൾ പ്രചരിപ്പിക്കപ്പെട്ടത്. എന്തായാലും ഈ സമരത്തിൽ സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിനെതിരെ നടത്തിയ സമരത്തിൽ കേരള കോൺഗ്രസിന്റെ ഭാഗമായി നിന്നുകൊണ്ട് മന്ത്രി റോഷി അഗസ്റ്റിനും ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജും പാർട്ടിയുടെ, അതായത് കേരള കോൺഗ്രസ് എമ്മിന്റെ മുഴുവൻ എംഎൽഎമാരും ആ സമരത്തിൽ പങ്കെടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ജോസ് കെ മാണി സ്ഥലത്തില്ലാത്തതിനാൽ, അതായത് സംസ്ഥാനത്തില്ലാത്തതിനാൽ നേരത്തെ നിശ്ചയിച്ച ചില പരിപാടികൾ ഉണ്ടായിരുന്നതിനാൽ അദ്ദേഹം ആ പരിപാടിയിലായിരുന്നു. അതിനാൽ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയുകയില്ല എന്ന് നേരത്തെ തന്നെ LDF നേതൃത്വത്തെ അറിയിച്ചിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നത്തെ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയാതെ പോയത്. എന്നാൽ അതിന്റെ പേരിൽ വസ്തുതാവിരുദ്ധമായ വാർത്തകളാണ് ചില മാധ്യമങ്ങൾ പടച്ചുവിട്ടത് എന്നാണ് കേരള കോൺഗ്രസ് ഇപ്പോൾ വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇത് പൊതുജന സമൂഹത്തിന്റെ മുന്നിൽ പാർട്ടിയെ കരിവാരി തീർക്കാനുള്ള ബോധപൂർവമായ അജണ്ടയുടെ ഭാഗമാണ് എന്നും കേരള കോൺഗ്രസ് വ്യക്തമാക്കുകയുണ്ടായി. UDF-ലെ ചില കക്ഷികളാണ് ഇത്തരത്തിൽ ഈ വാർത്തയ്ക്ക് പിന്നിലെന്ന ഒരു ആരോപണവും കൂടി കേരള കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്തായാലും LDF-ൽ ഉറച്ചു നിൽക്കുമെന്നുള്ള നിലപാടിൽ തന്നെയാണ് കേരള കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. അതിനിടയിൽ LDF-ൽ നിന്നും കേരള കോൺഗ്രസിനെ പുറത്തുചാടിക്കാൻ വേണ്ടി ചില മാധ്യമങ്ങൾ നടത്തുന്ന ബോധപൂർവമായ പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം വാർത്തകളെ കേരള കോൺഗ്രസ് നോക്കിക്കാണുന്നത്. സിന്ദൂരി. ശരി സനോജ്, LDF-നൊപ്പം തന്നെ ഉറച്ചു നിൽക്കുമെന്ന് കേരള കോൺഗ്രസ് എം വീണ്ടും ആവർത്തിച്ചിരിക്കുകയാണ്. മുൻകൂട്ടി നിശ്ചയിച്ച ഒരു യാത്രയുള്ളത് കൊണ്ട് മാത്രമാണ് ജോസ് കെ മാണി MP ഈ ഒരു സത്യാഗ്രഹ സമരത്തിൽ പങ്കെടുക്കാതിരുന്നത്. എന്നാൽ പാർട്ടിയെ പ്രതിനിധീകരിച്ച് മറ്റുള്ളവരെല്ലാവരും തന്നെ പ്രമുഖ നേതാക്കൾ പങ്കെടുത്തിരുന്നു. ഒരിക്കലും LDF-നെ വിട്ടുപോകില്ല എന്ന ഒരു വിശദീകരണമാണ് ഇന്ന് പത്രക്കുറിപ്പിലൂടെ ജോസ് കെ മാണി MP യും അതേപോലെ തന്നെ കേരള കോൺഗ്രസ് എമ്മും പുറത്തിറക്കിയിരിക്കുന്നത്. സനോജ് സുരേന്ദ്രനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.